ഹായ് കൂട്ടുകാരെ, നമ്മൾ ഗ്രാം അറ്റോമിക മാസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസാണ്. അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രാം അറ്റോമിക മാസ് പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഗ്രാം അറ്റോമിക മാസ് എന്തായിരുന്നു. അറ്റോമിക മാസ് ഗ്രാമിൽ പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ്, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറയുന്നത്. നമുക്കറിയാം ഫ്രീ സ്റ്റേറ്റിൽ മൂലകങ്ങളും സംയുക്തങ്ങളും ഒക്കെ തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് H2, N2, O2 അല്ലേ, ഇങ്ങനെ തന്മാത്രകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം ഈ ഓരോ തന്മാത്രയുടെയും ഗ്രാം മോളിക്കുലാർ മാസ്, അതായത് ഇതിൻ്റെ വെയിറ്റ്, അതായത് H2ൻ്റെ വെയിറ്റ് എത്രയാണോ അതിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തിനെ എന്തു പറയുന്നു? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. ഇപ്പം എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എച്ചിന് നമുക്കറിയാം 1 ആണ്. H2 വന്നപ്പോൾ എന്ത് വന്നു? 1 + 1 2. എന്നിൻ്റെ നമുക്കറിയാം 14 ആണ്. അപ്പോൾ N2 വന്നപ്പോൾ എന്ത് വന്നു? 28. O നമുക്കറിയാം 16 + 16 32. അതായത് H2ൻ്റെ മോളിക്കുലാർ മാസ് 2, N2ൻ്റെത് 28, O2ൻ്റെത് 32. അപ്പം ഈ H2ൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. N2ൻ്റെത് 28 ഗ്രാം, ഓക്സിജൻ്റെത് 32 ഗ്രാം. ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ GMM എന്നാണ്. ഗ്രാം മോളിക്കുലാർ മാസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് H2ൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? 2 ഗ്രാം ആണ്. N2ൻ്റെത് 28 ഗ്രാം, O2ൻ്റെത് 32 ഗ്രാം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ ഈ ഒരു 2 ഗ്രാം H2വിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് വരും? 6.022 × 10⁻23 തന്നെയാണ്. അതായത് H2വിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 6.022 × 10⁻23. അതേപോലെ N2വിൽ അടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ എന്താണ്? 6.022 × 10⁻23 ആറ്റങ്ങളായിരിക്കും അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? അതായത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. മോളിക്കുലാർ മാസിന് തുല്യമായ ഗ്രാം അത്രയും പദാർത്ഥത്തിനെയാണ് അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ നമുക്കറിയാം C6H12O6 ആണ്. ഇതിൻ്റെ മോളിക്കുലാർ മാസ് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ കണ്ടുപിടിക്കുന്ന ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ സിയുടെയും എച്ചിൻ്റെയും ഒയുടെയും ഒക്കെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സി എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സിയുടെ ഒരെണ്ണത്തിൻ്റെ എത്രയാണ്? 12 പ്ലസ് ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഒരെണ്ണം 1 പ്ലസ് O എന്ന് പറയുന്നത് 6, ഒയുടേത് 16. ഓക്കെ, ഈക്വൽ ടു 6 × 12 72 പ്ലസ് 12 6 × 16 96. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം 180. അതായത് C6H12O6 എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? 180 ഗ്രാം. 180 ആണ്. അതിൻ്റെ 180 ഗ്രാം ഒരു GMM എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് 180 ഗ്രാം വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് എക്സാമിന് ചോദിക്കും. അപ്പോൾ ഒരു GMMൽ അടങ്ങിയിരിക്കുന്ന നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം പറഞ്ഞു 6.022 × 10⁻23. അതായത് അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ അത്രയും തന്മാത്രകളായിരിക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. 6.022 × 10⁻23 ആണ് 1 GMMൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മളിപ്പോൾ നോക്കിയേ O2, അതായത് 1 GMM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 32 ആണ് നമുക്കറിയാം അല്ലേ. 1 GMM എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം എന്ന് പറയുന്നത് എത്ര GMM ആയിരിക്കും? എന്ത് വരും? 64 / 32 ഈക്വൽ ടു 2. അതായത് 1 GMM എന്ന് പറയുന്നത് 32 ഗ്രാം ആണെങ്കിൽ 64 ഗ്രാം എന്ന് പറയുന്നത് എത്ര GMM എന്നാണ് കണ്ടുപിടിച്ചത്.
അപ്പോൾ എന്ത് വരുന്നു 64 ഡിവൈഡ് ബൈ 32 ഈക്വൽ ടു 2. അതായത് ഗ്രാം അറ്റോമിക് മാസിൽ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു ഇക്വേഷനാണ്. എന്ത്? നമ്പർ ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ? ഗിവൺ മാസ് ഇൻ ഗ്രാം അല്ലേ? അതായത് തന്നിരിക്കുന്ന മാസ്, ഗ്രാമിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? GMM അല്ലേ? മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ. തന്നിരിക്കുന്ന മാസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഒറിജിനൽ GMM. അറ്റോമിക് മാസിൻ്റെ ഇതാ വരുമ്പോൾ എന്ത് വരും? ഇവിടെ GAM വരും, ഗ്രാം അറ്റോമിക് മാസ് വരും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ GMM എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള തന്മാത്രകളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് വരും? 2 × 6.022 × 10⁻23 വരും. മനസ്സിലായോ? ആറ്റങ്ങളുടെ എണ്ണം, അതായത് തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു, പിന്നെ അതേ ഇൻറ്റു 6.022 × 10⁻23. അപ്പം ആ 64 ഗ്രാം ഓക്സിജനിൽ O2-ലുള്ള തന്മാത്രകളുടെ എണ്ണം കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നടുക്ക് കൊടുത്തിരിക്കുന്നത് 28 ഗ്രാം ഇൻറ്റു നൈട്രജൻ. അതിൻ്റെ രണ്ട് സൈഡിലും ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലർ മാസിൻ്റെയും ടേംസിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, നടുക്ക് കൊടുത്തിരിക്കുന്നത് 28 ഗ്രാം ഇൻറ്റു നൈട്രജനാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, അതെന്ന് പറയുന്നത് 2 GAM നൈട്രജനാണ്. അതായത് 28 ഗ്രാം ഇൻറ്റു നൈട്രജൻ, N2 ആണ് കൊടുത്തിരിക്കുന്നത്. 28 ഗ്രാം N2 എന്ന് പറയുന്നത് നമുക്കറിയാം 2 GAM നൈട്രജനാണ്. അതായത് GAM എന്ന് പറയുമ്പം എന്നിൻ്റെ കേസ് മാത്രം എടുത്താൽ മതി. N എന്ന് പറയുമ്പോൾ അത് എത്രയായിരിക്കും? 14 ഗ്രാമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ 28 ഗ്രാം ഉള്ളതുകൊണ്ട് 14 ഗ്രാം എന്താണ്? 2 ടൈംസ്, അതായത് 2 GAM നൈട്രജനാണ് 28 ഗ്രാം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിനകത്തുള്ള ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 6.022 × 10⁻23 വരും. കാര്യം 2 മോളാണത് അല്ലേ? എന്താണ്? 2 മോൾ നൈട്രജൻ ആറ്റം. മനസ്സിലായോ? അതായത് 2 GAM ആണ്. 1 GAM ആണെങ്കിൽ അത് 1 മോളായിരിക്കും, 2 ആണെങ്കിൽ 2 മോൾ. 2 × മോളിൻ്റെ എണ്ണം ഇൻറ്റു 6.022 × 10⁻23 അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം 2 മോൾ നൈട്രജൻ ആറ്റം. അപ്പം ഇതിന് ഇതായിട്ട് റൈറ്റ് സൈഡിൽ എന്ത് വരും? ഇവിടെ 2 GAM ആണെങ്കിൽ അവിടെ എന്ത് വരും? 1 GMM വരും അല്ലേ? അവിടെ 2 GAM ആണെങ്കിൽ ഇവിടെ 1 GMM വരും. എന്തുകൊണ്ടാണ്? 28 ഗ്രാം N2 ആണ്. 28 ഗ്രാം N2 എന്ന് പറയുന്നത് 1 GMM ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ ആറ്റങ്ങളുടെ എണ്ണം എത്ര ആയിരിക്കും? 6.022 × 10⁻23 ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? 1 മോൾ N2 മോളിക്യൂളായിരിക്കും. മനസ്സിലായോ? അവിടെ 2 മോളാണ്, ഇവിടെ വരുമ്പോൾ എന്തായി? 1 മോളേ ഉള്ളൂ അല്ലേ? അതായത് 1 GMM-ൽ 1 മോൾ N2 മോളിക്യൂളേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാൻ ഒരൊറ്റ പോയിന്റും കൂടിയേ ഉള്ളൂ. അതായത് മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം. മോളാർ വോളിയം അല്ലെങ്കിൽ മോളാർ വ്യാപ്തം. അതായത് നമുക്കറിയാം മർദ്ദവും താപനിലയും, അതായത് പ്രഷറും ടെമ്പറേച്ചറും ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 1 മോൾ ഏത് വാതകം എടുത്താലും അതിൻ്റെ തന്മാത്രകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾ തുല്യമായതുകൊണ്ട് എന്തായിരിക്കും? നമ്മുടെ വോളിയവും തുല്യമായിരിക്കും. അതായത് പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷൻ അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞു? നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും വോളിയം എന്ന് പറഞ്ഞില്ലേ? അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുവാണെങ്കിൽ വോളിയം കൂടും, നമ്പർ ഓഫ് മോൾസ് കുറയുവാണെങ്കിൽ വോളിയം കുറയും. അപ്പം നമ്പർ ഓഫ് മോൾസ് തുല്യമാണെങ്കിൽ എന്തായിരിക്കും? വോളിയവും തുല്യമായിരിക്കും. ഇതിന് രണ്ടിനും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള വാതകങ്ങളുടെ ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ
വാതകത്തിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂളും വ്യാപ്തവും മാറുന്നില്ല, അത് വോളിയവും തുല്യമായിരിക്കും. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇതിനെയാണ് വാതകങ്ങളുടെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റൻ്റ് ആയ ടെമ്പറേച്ചറിന്, അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. 273 കെൽവിനും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും. ഇതിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് പറയുന്നത്. STP എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും. എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിനെയാണ് നമ്മൾ STP എന്ന് ചുരുക്കി വിളിക്കുന്നത്. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 273 കെൽവിൻ പ്രഷറും 273 കെൽവിൻ ടെമ്പറേച്ചറും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ STP എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ. അതിനെയാണ് നമ്മൾ STP വിളിക്കുന്നത്. അതായത് ഈ ഒരു STP കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രഷറും ടെമ്പറേച്ചറും ഇതായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, മാറ്റമില്ല. അപ്പം ആ ഒരു STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും വോളിയം. മനസ്സിലായോ? അതായത് എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറയാം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ ഏതൊരു ഗ്യാസ് എടുത്താലും അതിൻ്റെ ഒരു മോൾ എന്ന് പറയുമ്പം അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്ത് വരും? 22.4 ലിറ്റർ വരും. ഇതിനെയാണ് STPയിലെ മോളാർ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്രയും കാര്യം പറഞ്ഞത്? അതായത് മോളാർ വോളിയം എന്ന് പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞു? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്പർ ഓഫ് മോളിക്യൂളും വോളിയവും ഈക്വൽ ആയിരിക്കും, അതിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പ്രഷർ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ടെമ്പറേച്ചർ 273 കെൽവിൻ ടെമ്പറേച്ചറും കൊടുക്കുന്നു. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ഇത് മാറ്റമില്ല. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ STP എന്ന് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ. ഈ ഒരു STPയിൽ, അതായത് ഇതുങ്ങൾ കോൺസ്റ്റൻ്റ് ആയിരിക്കെ ഒരു ഗ്യാസ് എടുത്താൽ അതിൻ്റെ ഒരു മോൾ എന്ന് പറയുന്നത് അതിനകത്ത് 22.4 ലിറ്റർ വോളിയം ആയിരിക്കും ആ ഒരു ഗ്യാസിനുള്ളത്. അതിനെയാണ് നമ്മൾ ആ വാതകത്തിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത്, ആ ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന്, അതായത് STPയിലെ മോളാർ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പോയിൻ്റാണ് ഇതിനകത്തുള്ളത്. അപ്പം നമ്മളിപ്പം പറഞ്ഞില്ലേ ഒരു GMMൽ 6.022 × 10⁻23 മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഈ ഒരു STP കണ്ടീഷനിൽ നമ്മുടെ ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്